ഇത് മേഘ. കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് കുംഭമേള അറ്റൻഡ് ചെയ്യാൻ വന്ന മേഘ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. കുംഭമേളയിൽ ഭയങ്കര തിരക്കാണെന്നും നിങ്ങൾ അഥവാ ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യണമെന്നാണ് മേഘ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെറും 1 മണിക്കൂറിനുള്ളിൽ മേഘയും മേഘയുടെ അമ്മയും ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. 2025 കുംഭമേളയിൽ പലതവണ തീപിടുത്തങ്ങൾ സംഭവിച്ചു. ഇവിടെ നടന്ന അപകടങ്ങളിൽ മരിച്ച ആളുകളുടെ കൃത്യമായിട്ടുള്ള കണക്ക് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിംഗ് ആയ കുംഭമേള ഈ ജനുവരി 13 സ്റ്റാർട്ട് ചെയ്തു. ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ഫെസ്റ്റിവലാണിത്. ഇതിൽ പങ്കെടുത്ത് സ്നാനം ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്നാണ് ഹിന്ദു വിശ്വാസം. ഗംഗ, യമുന, പിന്നെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന സരസ്വതി എന്നീ 3 നദികളുടെ സംഗം പോയിന്റ് ആയിട്ടുള്ള പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ കുംഭമേള. ഈ കുംഭമേളയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയാണിത്. 38 കോടി ജനങ്ങൾ ഓൾറെഡി ഈ ഇവന്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 7000 കോടി രൂപയാണ് ഈ ഇവന്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവാക്കിയത്. റിലീജിയസ്ലിയും എക്കണോമിക്കലിയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഈ ഇവന്റ് പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. 29 ജാനുവരിയിൽ നടന്ന സ്റ്റാമ്പീഡാണ് ഇതിന് കാരണം. കുംഭമേള പിൽഗ്രിമേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് മൗനി അമാവാസി. ഈ 29 ജാനുവരി ഒരു മൗനി അമാവാസി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗം പോയിന്റിൽ അന്ന് സാധാരണ ദിവസത്തേക്കാളും തിരക്കായിരുന്നു. ഇവിടെ ഓൾറെഡി എത്തിയ ചില ആളുകൾ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനും കിടന്നുറങ്ങാനും തുടങ്ങി. ഇവരോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലീസ് കമ്മീഷണർ തന്നെ പറയുന്ന വീഡിയോസ് വൈറലാണ്. ഈ സംഗം പോയിന്റിലേക്ക് ആളുകൾക്ക് വരാനും പോകാനും ഒരൊറ്റ വഴിയുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു ബാരിക്കേഡ് തകർന്നതും പെട്ടെന്നുണ്ടായ റഷാണ് 30ഓളം ആളുകൾ മരിക്കാനിടയായ സ്റ്റാമ്പീഡ് ഉണ്ടാകാനുള്ള കാരണം എന്നാണ് ഇനീഷ്യൽ റിപ്പോർട്ട്സ്. ഒഫീഷ്യലി 30 ആളുകൾ മരിച്ചു എന്നാണ് UP ഗവൺമെന്റ് പറയുന്നതെങ്കിലും പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് ഇതിലും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ്. हम लोग नहीं जानते थे कि हम स्नान करे आएंगे तो हम अपने माँ को खो देंगे, अपने भाभी खो देंगे. ഈ അപകടത്തിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര പേര് കുംഭമേളയിൽ ഇക്കൊല്ലം നടന്ന ആക്സിഡന്റിനെ പറ്റി ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നു? നാഷണൽ ലെവലിൽ പോലും വിരലെണ്ണാവുന്ന കുറച്ച് മീഡിയാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും കുംഭമേളയുടെ സെലിബ്രേഷൻസിലാണ് ഫോക്കസ് ചെയ്തത്. പൊതുവെ ഒരു അപകടം നടന്നാൽ അത് ദിവസങ്ങളോളം കവർ ചെയ്യുന്നവരാണ് നമ്മുടെ മീഡിയാസ്. പക്ഷേ അവർക്ക് ഈ ആക്സിഡൻറ്റ് ജസ്റ്റ് ഫോളോ അപ്സ് പോലും ഇല്ലാത്ത ഒരു 1 ഡേ ന്യൂസ് ആയിരുന്നു. കുംഭമേളയിലെ ഈ ട്രാജഡിക്ക് മറ്റൊരു കാരണമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് ആരോപിക്കുന്നത് VIPകൾക്ക് വേണ്ടി ഒരുക്കിയ സ്പെഷ്യൽ സൗകര്യങ്ങളാണ്. ഈ മൗനി അമാവാസി ദിവസം ഇങ്ങനെ VIPകൾക്ക് വേണ്ടി സ്പെഷ്യൽ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് UP ഗവൺമെൻറ് പറയുന്നതെങ്കിലും മറ്റു ദിവസങ്ങളിൽ ഇത് ശരിക്കും ഡിവോട്ടീസിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇതിന് പുറമെ അപകടം ഉണ്ടായ ദിവസം പല ബ്രിഡ്ജുകൾ അടച്ചിട്ടതും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതൊക്കെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കണം എന്നാണ് പലരും ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് എത്രമാത്രം ഗുണം ഉണ്ടാകുമെന്ന് അറിയില്ല. കാരണം ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയിലെ സ്റ്റാമ്പീഡിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ. NCRB ഡാറ്റ പ്രകാരം 2001 2022 ഇടയിൽ 3074 ആളുകളാണ് ഇന്ത്യയിൽ സ്റ്റാമ്പീഡിൽപ്പെട്ട് മരിച്ചത്. ഇതിൽ 79% ആക്സിഡൻസ് ഉണ്ടായത് റിലീജിയസ് ഈവൻസിലാണ്. 1000-ഓ 30-ഓ ഇനി വെറും ഒരാൾ മരിച്ചാൽ പോലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ആദ്യമായിട്ടല്ല കുംഭമേളയിൽ ഇങ്ങനെ അപകടങ്ങൾ നടക്കുന്നത്. 1840 ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തെ കുംഭമേള മുതൽ 2010-ലും 2013-ലും റീസെൻ്റ്ലി 2025 പോലും ഇത് സംഭവിച്ചു. ഇത്രയും വർഷങ്ങളായിട്ടും ഇത്ര ആക്സിഡൻസ് റിപ്പീറ്റ് ചെയ്തിട്ടും ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടും നമുക്ക് എന്തുകൊണ്ട് ഇത് തടയാൻ പറ്റുന്നില്ല? മന്ത്രദേവി ടെമ്പിൾ, നൈനാദേവി ടെമ്പിൾ, ചാമുണ്ഡി ദേവി ടെമ്പിൾ, ജാനകി ടെമ്പിൾ, ഹരിദ്വാർ, രത്നാഗർ ടെമ്പിൾ, രാജമുന്ദ്രി, മാതാ വൈഷ്ണവി ടെമ്പിൾ, രാംനവമി ഫെസ്റ്റിവൽ, ഹത്രസിൽ ഈ ആക്സിഡൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. സ്റ്റാമ്പീഡ് സംഭവിക്കാൻ നമ്മൾ കുംഭമേളയുടെ കേസിൽ ഡിസ്കസ് ചെയ്ത മിസ്മാനേജ്മെന്റ് അല്ലാതെ മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്: ഹ്യൂമൻ സൈക്കോളജി. കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്സ്, ഉദാഹരണത്തിന് അമ്പലത്തിലെ നട തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് മേടിക്കാനുണ്ടാകുന്ന പെട്ടെന്നുള്ള തിക്കും തിരക്കൊക്കെ. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് റീസെൻ്റ്ലി ഹത്രസിൽ നടന്ന അപകടം. ബോലെ ബാബ എന്ന റിലീജിയസ് ലീഡർ ചവിട്ടിയ സ്ഥലത്ത് നിന്ന് മണ്ണ് വാരാൻ ആളുകൾ ഉണ്ടാക്കിയ തിക്കിലും തിരക്കിലും പെട്ട് 121 പേരാണ് അന്ന് മരിച്ചത്. ഇതുപോലത്തെ തന്നെ ഒരു അപകടമാണ് 1999 ശബരിമലയിൽ സംഭവിച്ചത്. അന്ന് മകരവിളക്ക് തെളിയുന്നത് കാണാൻ ആളുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി. പക്ഷേ ഈ കുന്നിടിയുകയും തുടർന്നുണ്ടായ സ്റ്റാമ്പീഡിൽ 54 പേരാണ് അന്ന് മരിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ സ്റ്റാമ്പീഡിനേക്കാളും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്: വെടിക്കെട്ടുകൾ.
കഴിഞ്ഞ 20 വർഷത്തിൻ്റെ ഇടയിൽ മാത്രം 750-ൽ കൂടുതൽ വെടിക്കെട്ട് അപകടങ്ങളാണ് കേരളത്തിലുണ്ടായത്. വെറും 3 മാസത്തിന് മുമ്പാണ് നീലേശ്വരത്ത് നടന്ന അപകടത്തിൽ 4 പേര് മരിക്കുകയും 150 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തത്. 2016-ലെ കൊല്ലം പുറ്റിങ്ങൽ ടെമ്പിളിൽ നടന്ന അപകടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫയർ വർക്ക് ട്രാജഡീസിലൊന്നാണ്. ഈ വെടിക്കെട്ടിന് വേണ്ടി കൊണ്ടുവന്ന 70% പടക്കം പൊട്ടിത്തീർന്നതിന് ശേഷമാണ് അന്ന് അപകടം സംഭവിച്ചത്. എന്നിട്ട് കൂടി 109 പേരാണ് അന്ന് മരിച്ചത്. ഈ അപകടത്തിന് ശേഷം നടന്ന ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് യാതൊരുവിധ സേഫ്റ്റി പ്രിക്കോഷൻസോ അവർ പാലിച്ചിരുന്നില്ല എന്നാണ്. എന്തിനേറെ, ഒരു വെടിക്കെട്ട് നടത്താൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കയ്യിൽ നിന്ന് നിർബന്ധമായിട്ട് മേടിക്കേണ്ട പെർമിഷൻ പോലും ഉത്സവ കമ്മിറ്റി മേടിച്ചിരുന്നില്ല. നമ്മുടെ നാട്ടിലും ഇന്ത്യ മുഴുവനും ഈ അപകടങ്ങൾ സംഭവിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ: നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയാത്ത ഗവൺമെൻറ്. ഈ കുംഭമേളയിൽ സംഭവിച്ച പോലത്തെ സ്റ്റാമ്പീഡ്സ് തടയാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, NDMA ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ വെടിക്കെട്ട് അപകടങ്ങൾ തടയാൻ പെസോ റൂൾസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടാറില്ല. ഇനി അപകടം സംഭവിച്ചാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ കൃത്യമായിട്ട് ശിക്ഷിക്കാൻ പോലും നമ്മുടെ പ്രോസിക്യൂഷന് സാധിക്കാറില്ല. 8 വർഷമായിട്ടും പുറ്റിങ്ങൽ കേസിലെ പ്രതികളെ ഇതുവരെ കോടതി ശിക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ സർക്കാരിൻ്റെ അനാസ്ഥ കാരണം ഒരു അപകടം അമേരിക്കയിലായിരുന്നു സംഭവിച്ചതെങ്കിൽ നമുക്ക് അവിടെ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാം. പക്ഷേ ഇന്ത്യയിൽ അത് പറ്റില്ല. കാരണം നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല. മഹാരാഷ്ട്രയിൽ ഒരു തിയേറ്റർ കത്തിയ കേസിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിലും വരണമെന്ന് പറഞ്ഞെങ്കിലും അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇവിടെ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ലയബിലിറ്റി വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു അവസാനം ഉണ്ടാകൂ. ആളുകൾ മരിച്ച ശേഷം ചെറിയ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്ന് ഭാവിക്കുന്ന ഗവൺമെൻറ്റും ഒരു അപകടം പരസ്പരം കുറ്റപ്പെടുത്താനും ചെളി വാരി എറിയാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുന്ന രാഷ്ട്രീയക്കാരും ഈ ഇൻസിഡൻസ് തങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കുന്ന മീഡിയാസും മരിച്ചവരിൽ സ്വന്തക്കാരും കൂട്ടുകാരും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെറും വാർത്തയായിട്ട് മറന്നു കളയുന്ന നമ്മൾ ഓരോരുത്തരും ഒരർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് ഉത്തരവാദികളല്ലേ.